DDT ഉണ്ടോ? ചായപ്പൊടി ആയാലും മതി. എന്തിനാ? പൂശാനാ. അച്ഛന് പൂശാനാ. എന്താ? അല്ല, ഈ DDT കലക്കിയിട്ട് ചെടികൾക്ക് പൂശാനാ. അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓഹോ. ആന്തൂറി മാത്രം തുടല്ലേ? ഇല്ല. ആ, എന്നിട്ട് അങ്ങോട്ട് മാറ്റി. ഇത് ചൊറിയണോ? മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയിരിക്കും അല്ലേ? അതെ. ഒരു സാധു കുടുംബത്തിലെ ചെറുക്കനാ. തൽക്കാലം തോട്ടക്കാരായിട്ട് നിന്നോളാൻ അദ്ദേഹം പറഞ്ഞു. സാധുക്കളെ കൈവടിയരുത് എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നന്നായി. ചെടികൾ വെട്ടാനും നനയ്ക്കാനും എല്ലാം ഒരാളെ നിർത്തണമെന്ന് കരുതിയതാ. കുമാരാ, നീ ഈ പുല്ലിലൊക്കെ വെള്ളം ഒഴിച്ച് സമ്മർക്കട്ട് ചെയ്ത് നിർത്തിയാരെ. പിന്നെ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞേക്ക്. അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട്. അത് യഥാസ്ഥാനത്ത് നട്ട്, അല്ല ഞാൻ പറയായിരുന്നു, അത് യഥാസ്ഥാനത്ത് നട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും. അല്ല, അതോ മാറ്റിയെടുക്കും. ഏതായാലും നന്നായി. മുഴുവൻ കാട് കയറി കിടക്കുകയായിരുന്നു. ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ? വച്ചോണ്ടിരിക്കാണോ? ഒന്ന് സഹായിക്കൂ മകനെ. എന്തായിക്കോട്ടെ. എന്റെ തലല്ല. അവിടെ കൊണ്ട് കളയും മകനെ. അത് ഇവനെ കൊണ്ടേ കളയച്ചോ. ഇങ്ങനെ സഹായിച്ച പോരെ? ആരാ? നീ ആരാ? ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തേ. എടാ, ഗണപതിക്ക് തേങ്ങടക്കുന്ന ഇഷ്ട നിലടച്ചാണ് ചാർജ് എടുക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രി അളിയനാ. അയ്യോ, സാറ് ഇവിടെ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ? ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഊതരുത്. പോടാ പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ. സാറോട് ഒളിവി താമസിക്കാണോ? എന്താ നോക്കുന്നേ? എന്താ മകളെ? കുമാരൻ. കുമാരൻ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്, കണ്ടെത്താതിരിക്കില്ല. വരൂ. അച്ഛോ. എന്താ മകനെ? അച്ഛനല്ല എന്നോട് പറഞ്ഞ നുണ പറയരുതെന്ന്. വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല മകനെ. മാത്രമല്ല, അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. വരൂ. അടി അടി, നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി, നിന്റെ കരങ്ങൾ പൊട്ടുമാറടിക്കൂ. കുമാരന്റെ ഡയലോഗല്ലേ? അതെ, അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ? മതിടാ, ബാ. കാപ്പി കുടിച്ചോ? ചേട്ടൻ തരട്ടെ? അങ്ങനെ ചേട്ടന് വേണോ? വേണ്ട, മോള് കഴിച്ചോട്ടോ. ഇനിയും ചേട്ടൻ തരാം. മോളെ വന്നേ. എന്താ അമ്മേ? കണ്ട് അവരുടെ ഇവരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കഴിക്കരുത് കേട്ടോ.
എന്തിനാ സാർ കാണണോന്ന് പറഞ്ഞേ? എല്ലാം രഹസ്യമായിട്ട് നൽകാനേ ഈ അച്ഛന് കഴിയൂ. മോനോടുള്ള വാത്സല്യം പോലും എന്നെ ശപിക്കരുത്. എനിക്കറിയാം സാർ, ഒരു ജന്മം കൊണ്ട് തരാവുന്നതിൽ കൂടുതൽ സ്നേഹം ഈ വാക്കുകളിലുണ്ട്, ഈ മനസ്സിലുണ്ട്. എനിക്കത് മതി സാർ. മറ്റാരുമില്ലാത്തപ്പോഴെങ്കിലും നിനക്കെന്നെ അച്ഛന്ന് വിളിച്ചൂടെ? വേണ്ട സാർ, ആഗ്രഹമില്ല എന്നിട്ടല്ല. അങ്ങനെ ഒരു ശീലം നാവ് പഠിച്ച, എന്തെങ്കിലും അറിയാതെ നാവ് ഒരു പിഴവ് കാണിച്ച വേണ്ട. അമ്മയുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എന്റെ അച്ഛന് മരിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിനേപ്പിച്ചിട്ട് അമ്മ പോയത്. ആ അമ്മയുടെ ആഗ്രഹം പോലെ ഇപ്പൊ എനിക്കുണ്ടൊരാഗ്രഹം, ഒരിക്കലും ഒക്കെ വേദനിപ്പിക്കരുത്. എന്റെ മോനെ, നിനക്ക് വേണ്ടി അച്ഛൻ എടുത്തു വെച്ചതാ. കൊണ്ടുപോയി കഴിച്ചോളൂ. എന്താടാ എടാ കള്ള കഴിവേറി മോനെ, ഞാൻ അളിയാ പെങ്ങളെ, എടാ കക്കുമ്പോ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ പിടിച്ചു കൊടുക്കുമ്പോ അളിയന് മുമ്പ് എനിക്കൊരു വില ഉണ്ടാകത്തില്ലായിരുന്നോ? അളിയാ പെങ്ങളെ, ദേ നോക്കിയേ, കള്ളന്റെ താക്കോൽ കൊടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദേ കണ്ടോ, വന്ന് കേറിയ അന്ന് തന്നെ നീ എന്നെ വെള്ളപൂശവനല്ലേടാ. ഇപ്പൊ കരുതേക്കാനും തുടങ്ങിയോ? പെങ്ങളെ, ഇനി സൂക്ഷിച്ചോ, ഇവ പൊന്നിലും പണത്തിലും കൈവെക്കും. അതിനു മുമ്പ് ഇവരെ ഞാൻ അച്ഛൻ ഒന്നും ചെയ്യണ്ട. ചേട്ടനോട് പറഞ്ഞു, ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടാ മതി. എന്നെ പറഞ്ഞുവിടരുത്. ഇല്ലടാ, നിന്നെ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഞങ്ങൾ ഈ വീട്ടിന് സബ് ജയിലിൽ നിന്ന് പേരിടാം. എടാ എടാ, നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയാൽ ഈ പെങ്ങൾ വളരെ എന്നെയല്ലേ സംശയിക്കൂ. എന്താ ഇവിടെ? കള്ളകളിയാ, കള്ള അല്ലടിയാ, കള്ളൻ. ഞാൻ കയ്യോടെ പിടിച്ചതാ. ദേ കണ്ടോ, ആപ്പിള്. ആ അളിയനെന്തൊന്നും മിണ്ടാത്ത? എന്നാ ഞാൻ തന്നെ ഇവനെ പറഞ്ഞു വിടാം. നിന്നെ ഞാൻ അച്ചു സാർ, തെറ്റിയത് ഞാനാ. അറിയാതെ കൊതി കൊണ്ട് ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല സാർ. എന്നെ പറഞ്ഞുവിടരുത്, ദയവ് ഇതെന്നെ പറഞ്ഞുവിടരുത് സാർ. ആ മതി മതി. എന്താ സാർ? അല്ല ഇവൻ ഒന്നുമില്ല. ഉം. പറഞ്ഞു. ഇവിടെ കൊണ്ടുപോടാം. പോടാ 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 പോടാ. അല്ല പെങ്ങളെ, ഈ അളിയൻ എന്നെ അളിയനാ? അയ്യേ, ഇങ്ങനെയല്ല മനുഷ്യനാ. ഒരു കള്ളന്റെ കണ്ണീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു. ഈ അളിവ് എന്റെ കാര്യത്തിലില്ല കേട്ടോ.